ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളിവിടെ ന്യൂ കാസ്റ്റിലിൽ ഇവിടെ ഒരു കേരള സ്റ്റോർ ഉരുളി ബെല്ലെന്ന് പറഞ്ഞത് കുറച്ച് നാളായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു അവിടുത്തെ ഫുഡ് കൊള്ളാം, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങോട്ട് പോയി. അവിടെ ന്യൂ കാസിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് കാറിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഫ്രീ പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു മലയാളികളുടെ തനിമ കാണിക്കുന്ന ഒരു ആനയുടെ ഒരു നെറ്റിപ്പട്ടവും കാര്യങ്ങളും ഇതെല്ലാം ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം. നമുക്കതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതായാലും അതേപോലെ തന്നെ ചെറിയൊരു കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഷോക്കി അവർ മറ്റേ നമ്മുടെ ബാറും മൂഡ് സെറ്റപ്പിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആൽക്കഹോളിക് അല്ല, എല്ലാം 0% ആണ്. അപ്പോൾ അതവർ ചുമ്മാ ഒരു ഷോക്കി വെച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ അകത്ത് കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തു. അവിടെ അത്യാവശ്യം ഒരു 10-60 ആൾക്കെങ്കിലും ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളൊരു തനി നാടൻ ചായ, കേരള സ്റ്റൈൽ ഒരു ചായ പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് പറഞ്ഞായിരുന്നു. ചപ്പാത്തി പറഞ്ഞായിരുന്നു, അതേപോലെ തന്നെ മസാല ദോശ പറഞ്ഞായിരുന്നു, നെയ് റോസ്റ്റ് പറഞ്ഞായിരുന്നു, പിന്നെ ഒരു മീൻ പൊള്ളിച്ചത് സീബാസിൻ്റെ പറഞ്ഞായിരുന്നു ഫുള്ള്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ചിക്കൻ കൊണ്ടാട്ടം പറഞ്ഞു, പിന്നെ നാടൻ ബീഫ് റോസ്റ്റ് പറഞ്ഞു, പിന്നെ സീ ഫുഡ് കുറുമുറു എന്ന് പറഞ്ഞൊരു, അതായത് ഫിഷ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തൊരു സംഭവം, അതും പറഞ്ഞിരുന്നു. കൊള്ളായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ച ഫുഡെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവരുടെ വക നമുക്കവർ അത് തരുമ്പോൾ അവരുടെ വക അവർ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന സോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു മാങ്ങ ഫ്ലേവർ വരുന്ന പോലത്തെ ഒരു ടൈപ്പിലുള്ളത്, അതെല്ലാം കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് എല്ലാം വന്നു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ ആ ചെന്ന ടൈമിൽ അധികം അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി കാര്യങ്ങൾ വന്നു. ആ ടൈമിൽ നോർമലി അവിടെ ആൾ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോയതൊരു 1 മണി 2 മണി ആ ടൈമിലായിരുന്നു. ഞങ്ങൾ സൺഡേ ആണ് പോയത്, കഴിഞ്ഞ സൺഡേ ആണ് പോയിരുന്നത്. അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഇരുന്നാലും ഞാനിരുന്നത് ഒരു കോർണർ സൈഡിലാണ്. നമുക്ക് പുറത്തേക്കായാലും നല്ല വ്യൂ ആണ്, കാര്യങ്ങൾ ഇതെല്ലാം. നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ പോയി ട്രൈ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. നമുക്ക് ഫുഡായാലും അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങളത് നല്ലപോലെ തന്നെ ഫുഡ് എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ ഇവരുടെ മീൻ പൊള്ളിച്ചത് നല്ല മസാല കേട്ടോ. നമുക്കത് നല്ല പോലെ തന്നെ നമുക്ക് വാഴയിലയിൽ തന്നെ അവർ അത് ചെയ്ത് ആ മസാല കാര്യങ്ങളെല്ലാം ഓവർ കുക്കുമല്ല, എന്നാൽ ആ മസാലയ്ക്ക് നല്ല എന്താ പറയുക, നിങ്ങൾ അത് കഴിച്ച് തന്നെ അറിയണം. ഞാനിത് അവരെ പൊക്കി പറയുന്നതോ കാര്യമോ ഒന്നും അല്ല കേട്ടോ. കാരണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഫുഡ് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു തവണ പോയി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല പോലെ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടും അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പയ്യെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഉള്ളൊരു ഇതിലാണ്. പക്ഷേ വയറ് നിറഞ്ഞ കാരണം ഞങ്ങൾക്കൊരു മടി വന്നായിരുന്നു അങ്ങോട്ടേക്ക് ഇറങ്ങാനും, പിന്നെ പോവാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങളിതെല്ലാം നല്ല പോലെ തന്നെ ആ ഫുഡിൻ്റെ ടേസ്റ്റും കൊണ്ടായിരിക്കാം ചിലപ്പോൾ മീനിൻ്റെ മുള്ള് പോലും പാതി ബാക്കി കാണാനില്ല. അപ്പം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാനുള്ള
ഒരുക്കത്തിലാണ്. ആർക്കും ഇരിക്കാൻ തന്നെ വയ്യ, എല്ലാവരും വയറ് നിറഞ്ഞ് തെര വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ്, ആർക്കും വയ്യ സത്യം പറഞ്ഞ്. അങ്ങനെ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്ന ഇതിൽ, കാരണം നമുക്കങ്ങനെ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആകെ കുറച്ച് വീഡിയോസേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചളയുക. പിന്നെ ഈ ഉരുളിബെല്ല് ഹോട്ടലിരിക്കുന്നത് ചില്ലിങ്ങാം റോട്ടിൽ സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ, ചില്ലിങ്ങാം റോഡിൽ